ജമ്മു കാശ്മീരിൽ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഭീകരവിരുദ്ധ പരിശോധന കുൽഗാം അടക്കമുള്ള മേഖലകളിലാണ് റെയ്ഡ്. ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ഈ ഒരു ഭീകരാക്രമണം പട്ടാള വേഷത്തിൽ ആരോ ഇറങ്ങി എന്നൊക്കെയുള്ള ചില സൂചനകളുണ്ടായിരുന്നു. അപ്പോൾ ഈ നെഗ്രോട്ട ആ പശ്ചാത്തലത്തിലൊക്കെയാണോ ഈ റെയ്ഡും കാര്യങ്ങളൊക്കെ? തീർച്ചയായും ഈ പെഹൽഗാം ആക്രമണം കഴിഞ്ഞ് ആ ആക്രമണത്തിൽ പങ്കെടുത്ത കുറ്റവാളികളെ നമുക്ക് ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അവരടക്കം ജമ്മു കാശ്മീരിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഭീകരർക്കെതിരായ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അന്വേഷണം റെയ്ഡ് വ്യാപകമായി നടത്തുന്നുണ്ട്. കുൽഗാം അടക്കമുള്ള ജില്ലകളിലൊക്കെ തന്നെ റെയ്ഡ് നടക്കുന്നു. അതായത് ഒരേ സമയം പലയിടങ്ങളിലാണ് ഈ റെയ്ഡ് ഇപ്പോൾ നടക്കുന്നത്. സുരക്ഷാ സേനയുടെ വലിയ സുരക്ഷയൊക്കെ ഉണ്ട് എല്ലാ ഈ റെയ്ഡുകൾക്കൊക്കെ തന്നെ. മാത്രമല്ല ഈ ഭീകരർ മാത്രമല്ല, അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു വ്യാപകമായ റെയ്ഡാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുലർച്ചെയോടെ അത് തുടങ്ങി എന്നത് മനസ്സിലാക്കുന്നു. ഇപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഭീകരർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഇന്ത്യയിലേക്ക് ഈ ജമ്മു കാശ്മീർ അതിർത്തി വഴി നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്തിയത് നമ്മൾ കണ്ടതാണ്. അതിൽ പലരെയും ജെയ്ഷെ മുഹമ്മദിന്റെ പല ഭീകരരെയും നമ്മുടെ BSF ജവാന്മാർ വെടിവെച്ച് കൊല്ലുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്നാലും വ്യാപകമായി ഇങ്ങനെ നടക്കുമ്പോൾ ആരെങ്കിലും നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട്. അത്തരം പല സാധ്യതകൾ പരിഗണിച്ചാണ്, അതായത് അതിർത്തിയിൽ സീസ് ഫയർ ഉണ്ടെങ്കിലും ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് രാജ്യങ്ങൾ എത്തിയെങ്കിലും അതിർത്തി കടന്ന് നമ്മുടെ രാജ്യത്തകത്ത് എത്തിയിട്ടുള്ള ഭീകരർ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണത്തിന് ശ്രമിക്കുമെന്നുള്ള ഒരു ഭയമാണ്, ഒരു കരുതലാണ്, ഒരു ജാഗ്രതയാണ് യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭീകരർക്കെതിരായ ഒരു നടപടിയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടക്കുന്നത്. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല, പലയിടത്തായി അത് നടക്കുകയും ഭീകരരെ അങ്ങനെ ആരെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ, ഭീകരപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ പിടികൂടുക, അവരെ സഹായിക്കുന്നവരുണ്ടെങ്കിൽ അവരെയും തടങ്കലിലാക്കുക എന്ന നടപടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തുന്നത്. ഹഷ്മി, ശരി. ശ്രീനാഥ് ചന്ദ്രനാണ് ജമ്മുവിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായ അവരുടെ കയ്യിൽ ആയുധം കൊടുത്തുവിട്ട ആൾക്കാരെ നമ്മൾ ശിക്ഷിച്ചു, പണിഷ് ചെയ്തു, നമ്മൾ അവിടെ പോവുകയും വധിച്ചു. പക്ഷേ അതിൽ നേരിട്ട് പങ്കെടുത്ത ഈ പറയുന്ന 3-4 പേരെ കുറിച്ച് ഇപ്പോഴും എന്തെങ്കിലും കാര്യമായ സൂചനകളില്ല. അപ്പോൾ അവരെവിടെ പിന്നെ പഹൽഗാമിൻ്റെ വിശാലമായ വനമേഖലയിലൊക്കെ സൈന്യം അരിച്ചു പറക്കുള്ള തെരച്ചിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇപ്പോഴും അതിനെക്കുറിച്ച് ഉത്തരമില്ല. ഇതിനി ഇപ്പോൾ ജമ്മു കാശ്മീർ സൈന്യത്തിൻ്റെ കസ്റ്റഡിയിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ല. ആ സാധനങ്ങൾ കൂടി ഈ ദിവസങ്ങൾ, മണിക്കൂറുകളിൽ വ്യക്തത വരുമായിരിക്കും. എന്തായാലും നമുക്ക് അനിൽ വാസുദേവിലേക്ക് ഒന്ന് പോകാം. അനിൽ, ഗുഡ് മോർണിംഗ്. എന്താണ് ജയ്സാൽമീറിൻ്റെ മൂഡ് രാവിലെ? നല്ല മൂഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സന്തോഷകരമായ കാഴ്ചകളാണ്. കാരണം ഇന്നലേക്ക് വരുമ്പോൾ ഏറ്റവും നിശബ്ദമായി ഒരു ആളനക്കമില്ലാതിരുന്ന സ്ഥലത്ത് ഇതപ്പോൾ കടകളൊക്കെ തന്നെ തുറന്നിരിക്കുന്നു. ആളുകളൊക്കെ തന്നെ ജോലിക്ക് പോകാനും അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ കാത്തു നിൽക്കുന്നു. ഇവിടുന്നുള്ള ട്രാൻസ്പോർട്ട് സർവീസൊക്കെ തന്നെ പുനരാരംഭിക്കുന്നതും കണ്ടിരുന്നു. ആളുകളൊക്കെ അവരുടെ ബാക്ക് ടു നോർമൽ ലൈഫ് അതിലേക്ക് തന്നെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ഒരു തിക്കും തിരക്കും അല്ലെങ്കിൽ വലിയ ആ തിരക്കിലേക്ക് ജയ്സാൽമീർ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അത് വലിയൊരു സന്തോഷം നൽകുന്ന കാഴ്ച തന്നെയാണ്. ദീർഘദൂര ബസ്സുകളെയും ഒക്കെ തന്നെ കാണാം. അഹമ്മദാബാദിലേക്കുള്ള ഒരു ബസ്സാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായി ഇതിലേക്ക് വരുന്ന ആളുകൾ ജോലിക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. അവരെ കാണുന്നു, ഇല്ലെങ്കിൽ അങ്ങനെ ജോലിക്ക് വരുന്ന ആളുകൾ, അങ്ങനെ എല്ലാ തരത്തിലും ജയ്സാൽമീർ വീണ്ടും പഴയപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വെടിനിർത്തലിന് പ്രഖ്യാപിക്കുന്ന പിന്നാലെ തന്നെ ഇന്നലെ ചില ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്നുള്ളത് ചില ലോക്കൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഔദ്യോഗിക ഹാൻഡിലുകളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് അങ്ങനെയൊരു വിശദീകരണം ഒന്നും തന്നെ ഇല്ല. അത് തന്നെ വലിയ ആശ്വാസമാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചിരിക്കുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയല്ലേ. ഇന്നലെയൊക്കെ തന്നെ ഒരു ലോക്ക്ഡൗണിന് സമാനമായ സാഹചര്യമായിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ തന്നെ മാറിയിരിക്കുന്നു. ആളുകളൊക്കെ തന്നെ ജോലിക്ക് ഇറങ്ങി എന്നുള്ളത് തന്നെ വലിയ സന്തോഷം. അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് പോകുന്നു എന്നുള്ളതൊക്കെ തന്നെ വലിയ സന്തോഷം. എല്ലാ തിരക്കുകളിലേക്കും വരുന്നു. ഇന്നലെയൊക്കെ എത്തുമ്പോൾ നമ്മൾ സാക്കട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ചില മെഡിക്കൽ ഷോപ്പുകൾ മാത്രമാണ് തുറന്നത്. ആളുകൾക്ക് അങ്ങേറ്റ പരിഭ്രാന്തി എന്നുള്ള അവസ്ഥയിലായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ ഇപ്പോൾ പോലീസിൻ്റെ ഒരു വാഹനം പോകുന്നത് കാണാം. അപ്പോൾ പോലീസും അല്ലെങ്കിൽ സൈന്യവും ഒക്കെ തന്നെ എല്ലാ തരത്തിലുള്ള സുരക്ഷയും ഒരുക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ഒരു അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനോ അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് ജനങ്ങളൊക്കെ തന്നെ തെരുവിലേക്ക് ഇറങ്ങി അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് പോകുന്നു കാണുന്നതിനപ്പുറത്ത് മറ്റൊരു സന്തോഷം ഈ രാജസ്ഥാനിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. വലിയ ബുദ്ധിമുട്ടിലായിരുന്നു, വലിയ പരിഭ്രാന്തിയുടേതായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ തന്നെ. അതൊക്കെ തന്നെ മാറി എന്നുള്ളത്. ഭായ് സബ് ठीक है सब ठीक है, अच्छा है, बढ़िया. हाँ, लॉकडाउन कल से थोड़ा
खुल गया अब थोड़ा जरूर हम मजदूर लोगों के लिए सही है, गरीब आदमी के लिए अब सही हुआ है, अच्छा चल रहा है। काम के लिए हाँ जी, हम यहाँ मजदूरी करते हैं, गांव से आए हैं, लेकिन कल 2-3 दिन से तो कहाँ से हम गांव मुंदरडी से है, यहाँ से 10 किलोमीटर दूर हमारा गांव है। जी सर। सर हम तो भिलवाड़ा से आए हैं, मजदूरी करने के लिए आए। कल बहुत ज़्यादा लग गया था और अब थोड़ा बहुत खुला है और चल रहा है। अरे इंडिया ने बहुत अच्छा किया, इंडिया की न्यूज़ में हम चैनल पे खड़ा है, शैतान सेन बाइक लाइफ में खड़ा है, बहुत अच्छा किया। इंडिया अभी लड़ रही है तो बहुत लड़ रही है, अकेली लड़ रही है, उसके लिए बहुत धन्यवाद। जय हिंद। अच्छा है सर। जय हिंद सब। ഓക്കെ, ഈ പറഞ്ഞതുപോലെ തന്നെ ആളുകളൊക്കെ തന്നെ ജോലിക്ക് വന്ന ആളുകളാണ്. 10 കിലോമീറ്റർ അല്ലെങ്കിൽ കുറച്ചധികം ദൂരത്ത് നിന്ന് വന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ജോലിയില്ലാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും അവരുടെ മുതലാളി വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്നു. അത് തന്നെ വലിയ സന്തോഷം. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ജോലി ചെയ്യാനായി ഇവിടെ എത്തിക്കുന്ന ആളുകൾ. അങ്ങനെ ആ തിരക്കുകളിലേക്ക്, പതിവ് തിരക്കുകളിലേക്ക് ജയ്സാൽമീറും വരുന്നു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ സന്തോഷത്തിലേക്കാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്ന് ഇവിടുത്തെ കോട്ടകളും ഇല്ലെങ്കിൽ നിർമ്മിതികളും ഓരോ വീടുകളും ഒക്കെ തന്നെ അത്രയേറെ ഭംഗിയുള്ള സ്ഥലമാണ്, കാണേണ്ട സ്ഥലങ്ങളാണ്. ഇല്ലെങ്കിൽ അത്തരം രസകരമായ ഒരു സ്ഥലത്ത് അവിടെ നിശ്ചലമാകുന്നു എന്ന് പറയുന്നത് വലിയ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ആളും തിരക്കും ആളവും ആളാരവങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് എന്നുള്ളതാണ് അവസ്ഥ. എന്തായാലും വലിയ അല്ല അനിൽ, ഇന്നലെ ഉച്ചയ്ക്ക് ഇന്നലെ സാക്കടയിൽ വെച്ച് ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ മേരാ ഹിന്ദി മുഷ്കിൽ മാലൂം നൈ എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ മണിമണിയായിട്ട് ഹിന്ദി പറയുവാണല്ലോ അനിൽ. ഒരു ദിവസം ഹിന്ദി ഒരൊറ്റ പഠിച്ചോ? ദിവസം കൊണ്ട് അനിൽ ഹിന്ദി പഠിച്ചു. മാത്രമല്ല രാജസ്ഥാൻ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറുമായി. രാത്രി കുത്തിയിരുന്ന് പഠിച്ചതാണ്. രാത്രി കുത്തിയിരുന്ന് പഠിച്ചത്. അതായത് ഞാൻ ചോദിച്ചത് കുറച്ച് ഇംഗ്ലീഷ് കലർത്തിയായിരുന്നു. സിറ്റുവേഷൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഇതായില്ല. പുള്ളി പറയുന്നത് ഹിന്ദിയിൽ തന്നെ പറയുന്നത്. ഞാൻ പറഞ്ഞ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ഹിന്ദി അത്ര വശമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്തുന്ന ആൾ, അയാൾക്ക് കുറച്ച് ഇംഗ്ലീഷ് വശമുണ്ട്. അപ്പോൾ ആൾ അതും ചേർത്ത് അങ്ങ് പറയുകയും ചെയ്തു. എന്തായാലും ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അതായത് ഈ ആളുകളുടെ സങ്കടങ്ങൾ കേൾക്കാനോ പറയാനോ നമുക്കൊരു ഭാഷയുടെ ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ്. എന്തായാലും വലിയ ഏറൽ കയറാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ഇനി ഓഫീസിൽ മടങ്ങി വരുമ്പോൾ ഏറൽ കയറ്റാൻ ആളുകളുണ്ട് എന്നതാണ് വേറെ രസകരമായ കാര്യം. എന്തായാലും മണിക്കൂറുകൾ നീണ്ട അതെ, അനിലും രാഹുലും ഉണ്ടായിരുന്നത് ഇപ്പോൾ മാറുന്നു. എനിക്ക് തന്നെ ചിരിച്ച് സംസാരിക്കാൻ സാധിക്കുന്നത് വലിയ സന്തോഷം. അതെ, കഴിഞ്ഞ എത്ര നാളിന് ശേഷമാണ് ഈ വാർത്ത നമുക്കൊരു ചിരിയോടുകൂടി വാർത്ത പറയാൻ പറ്റുന്നത്. അത്രയും സംഘർഷത്തിന്റെയും അത്രയും എന്താണ് വേദനയുടെയും ചോരയുടെയും ഒക്കെ കഥ പറയുമ്പോൾ സങ്കടമാണ്. ഇന്നാണ് അല്ല, ഇന്നൊരു ആശ്വാസമുണ്ട്.